ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു ജിയോ അല്ലെങ്കിൽ എയർടെൽ അല്ലെങ്കിൽ VI യൂസർ ആണെന്നുണ്ടെങ്കിൽ BSNL ഇതൊന്നും ഒഴിവാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു സിം ഓപ്പറേറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം മുതലേക്ക് ഏകദേശം 12 to 15% ഇൻക്രീസ് ആകുകയാണ് എമൗണ്ടുകൾ. അതായത് നമ്മളിപ്പോൾ റീചാർജ് ചെയ്യുന്ന പ്ലാനുകളുടെ എമൗണ്ട് ഏകദേശം 12 to 15% അത് ഇൻക്രീസ് ആകുകയാണ്. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റേഴ്സ് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ BSNLിലേക്ക് പോയി. എന്നാൽ BSNLന്റെ ഡാറ്റ, അതായത് നെറ്റ് കണക്ഷൻസ് അത്യാവശ്യം നല്ല റേഞ്ചും സ്ട്രെങ്ത്തും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും തിരിച്ച് നമ്മുടെ VIയിലേക്കും അതുപോലെ തന്നെ എയർടെലിലേക്കും ജിയോയിലേക്കും വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ റീചാർജ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം 249 349 ഒക്കെ ആണെങ്കിൽ പോലും അത് റീചാർജ് ഹൈക്ക് ആകുകയാണ് കേട്ടോ. അപ്പം എത്രയാണ് എമൗണ്ട് ഹൈക്ക് ആകുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നൽകുന്നുണ്ട്, ജോയിൻ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ജിയോയുടെയും എയർടെലിന്റെയും VIയുടെയും മാറ്റങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കറന്റ് പ്ലാൻസിൽ നോക്കുകയാണെങ്കിൽ 199 രൂപയുടെ പ്ലാനുകൾ ഉണ്ട്, 249 രൂപയുടെ പ്ലാൻ ഉണ്ട്, 299 രൂപയുടെ പ്ലാൻ ഉണ്ട്, 349 രൂപയുടെ പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ 399, 449, 599, 799, 999. ഇപ്പൊ ഇതിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനിയും ഒരുപാട് പ്ലാനുകളുണ്ട്. 1 year വാലിഡിറ്റിയിൽ റീചാർജ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ ഞാനിതിൽ മാക്സിമത്തിലാണ് വെച്ചിട്ടുള്ളത്. കാരണം ചില റീചാർജ് പ്ലാന് 12% മാത്രമായിരിക്കും ഇൻക്രീസ് ആവുന്നത്, പക്ഷെ 15 വരെ ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം 15% വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, 199 രൂപയുടെ റീചാർജ് നിങ്ങൾക്ക് 15% ഇൻക്രീസ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റീചാർജ് 229 രൂപ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, അതുപോലെ തന്നെ 249 രൂപയുടെ റീചാർജ് പ്ലാൻ ചെയ്യുന്നവർക്ക് 37 രൂപ ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 286 രൂപ വരെ വരാവുന്നതാണ്. അത് നിങ്ങൾക്ക് 12% ആണ് ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ 286 ഒന്നും വരില്ല, 270 സംതിങ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഒരു മാക്സിമത്തിൽ കിട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ 299 രൂപയുടെ റീചാർജ് നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ ഹൈക്ക് കാരണം ഏകദേശം 45 രൂപ നിങ്ങൾക്ക് ഇൻക്രീസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഇൻക്രീസ് ആയിട്ട് കിട്ടുന്ന സമയത്ത് ഏകദേശം 344 രൂപ വരെ നിങ്ങൾക്ക് റീചാർജ് പ്ലാൻ ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഞാൻ പറഞ്ഞത് എന്റെ ആവശ്യം വരുന്നില്ല. 349 രൂപയുടെ റീചാർജ് ഇനി 401 രൂപക്കും 399 രൂപയുടെ റീചാർജ് 459 രൂപയ്ക്കും ഏകദേശം നമുക്ക് ഒരു മാസത്തെ റീചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു 500 രൂപ മാറ്റി വെക്കേണ്ടി വരും എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്. കാരണം ഓരോ കുറച്ചു കാലം 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുന്നതിനനുസരിച്ച് ഓരോ ഓപ്പറേറ്റേഴ്സും ഇൻക്രീസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ റീചാർജ് പ്ലാനും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഈ ഒരു റീചാർജ് പ്ലാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.